ഹലോ ഗൈസ്, തെക്കൻ സോയ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചാലിയക്കര എന്ന് പറയുന്നൊരു അക്വഡേറ്റിലാണ്. നമ്മുടെ പുനലൂരാണ് സ്ഥിതി ചെയ്യുന്നത്, കൊല്ലം ജില്ല പുനലൂർ. ഇത് നമുക്ക് വരാൻ പറ്റുന്ന വഴിയെന്ന് പറഞ്ഞാൽ അഞ്ചൽ, പുനലൂർ, അവിടുന്ന് ചാലിയക്കര. ഇവിടെ നെല്ലിപ്പള്ളിയിൽ നിന്ന് അഞ്ചൽ വഴി വരുമ്പം റൈറ്റ് കയറി വരണം. അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള വഴി. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത്. ഇത് നമുക്ക് വളരെ ശാന്തവും നല്ല പ്രകൃതി രമണീയമായ നല്ല ഒരു സ്ഥലമാണ്. ഇവിടെ നേരത്തെയൊക്കെ ആളുകളൊക്കെ വരുമായിരുന്നു. ആളുകൾ വരാമെന്ന് ഇരിക്കാനില്ല, വരും. ഞാൻ വന്നപ്പോൾ ഒരു കപ്പിള് ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും പോയി. ഇവിടെ നമുക്ക് നല്ല അന്തരീക്ഷമൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം കുറേ ഫാക്ടറികളും പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാർ ചെയ്ത ഓരോ കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ചാല് പോലെ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. നല്ല രസം അത് കാണാൻ. ഇതൊക്കെ ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിട്ട് പോയൊരു സാധനമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റും. റോഡുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും വഴികളൊക്കെ ചെറിയ രീതിയിൽ പൊട്ടിക്കിടക്കുവാണ്, തകർന്നു കിടക്കുവാണ്. ഇന്ന് ദൂരെ വരെ ഉണ്ട്, അതുവരെ നടക്കാനുണ്ട്. ഇതുവഴി അങ്ങനെ യാത്രക്കാരുണ്ടോ എന്ന് വെച്ചാൽ അറിയത്തില്ല. വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ആളുകളും എല്ലാം വരുന്നുണ്ട്. കൂടുതലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെയൊക്കെ ഞാൻ വന്നിട്ടുള്ളപ്പം നല്ല കാണാൻ നല്ല രസമായിരുന്നു. ഇത്തിരിയുടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ വലിയ ആളുകളൊന്നുമില്ല, വലിയ വീടുകളൊന്നുമില്ല. ചെറിയ 1-2 വീടുകളും. കൂടുതലും റബ്ബർ എസ്റ്റേറ്റാണ് ഇവിടെ ഉള്ളത്. അവിടുന്ന് പുനലൂരിൽ നിന്ന് നമുക്ക് ഒരു 7 കിലോമീറ്റർ വേണം ഇങ്ങോട്ട് വരാൻ. ഞാൻ ചോദിച്ചും പറഞ്ഞൊക്കെയാണ് വന്നത്, ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റി. ഇവിടെ വെള്ളമുള്ള സമയത്ത് വരണം. അപ്പോൾ ഈ ചാലിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അവിടുന്ന് ചെറിയൊരു ഊറ്റ് പോലെ വരുന്നുണ്ട് ആ താഴെ സൈഡിൽ നിന്ന്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് ഇത്തിരി ഒരു റെസ്റ്റൊക്കെ എടുക്കാനും ഒരു വിനോദസഞ്ചാരമായിട്ടൊക്കെ വന്ന് കാണാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. സൈഡ് കൈവരിയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഫുള്ള് കാടാണ്. ഒരു കെട്ടിടം പൊളിഞ്ഞ് മൊത്തം പൊളിഞ്ഞിടക്കുക. പണ്ടെങ്ങാണ്ടാരും ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർക്കൊക്കെ ചെറിയൊരു സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ടായിരിക്കും. ഈ കൈവരിയൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആ ചാല്. ഈ ചാലിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. ഇവിടെയാണ് ഷട്ടർ ഉള്ളത്. ഇപ്പം പൊക്കത്തും തക്കത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇതിലെ കൂടെ വെള്ളം വരുമ്പോഴാണ് മറ്റേ ആ ചാല് നല്ലണക്ക് നിറഞ്ഞ് ഒഴുകുന്നത്. ഇവിടെ മൊത്തം റബ്ബർ എസ്റ്റേറ്റാണ് ഫുള്ള്. നമുക്ക് പാലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റെപ്പ് കണക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതേ വഴി നമുക്ക് ഇറങ്ങി പോകാനൊക്കെ പറ്റും. ഇവിടെ മൊത്തം കല്ലുമുള്ളൊക്കെ. ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി നമുക്ക് താഴോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ആരും ഇറങ്ങത്തില്ല എന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങും. പണ്ട് ഇതിലെ കൂടെയൊക്കെ ആളുകൾ പോകുന്ന. പക്ഷെ
ഇങ്ങനെയാണ് ഇതിൻ്റെ അടിയിലെ വ്യൂ കാണുന്നത്. ഇതാണ് പാലത്തിൻ്റെ അടിവശം. അങ്ങനെ ആരും ഇവിടെ ഇറങ്ങത്തില്ല, ഇറങ്ങിയതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി ആരെങ്കിലും എന്നെ കണ്ടെടുത്തിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് കയറാം. ഇതാണ് സ്റ്റെപ്പ്. ഓ, നല്ല തേരിയുണ്ട്. ശബരിമല ഉണ്ട്. ഇങ്ങനെ ഒരു പിഴിയുണ്ട് ഇവിടെ. താഴെയുമ്പം മുള്ളുമ്പം. അടിയിലോട്ടൊന്നും അങ്ങനെ ആരും പോകുന്ന കണ്ടിട്ടില്ല. എല്ലാവരും ഇവിടെ വന്നിട്ട് പാലം മാത്രം കയറിയിട്ട് പോകും. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. നന്ദി, നമസ്കാരം.